ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ എമ്പുരാൻ റിലീസ് ചെയ്തു, സിനിമ കണ്ടു. സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാവുന്ന ഒരു പ്രതികാരത്തിന്റെ കഥയാണ്. ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പൊളിറ്റിക്സ് ഉണ്ട്, കേരളത്തിലെ പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, അണ്ടർവേൾഡ് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലാലേട്ടന്റെ ആ ഒരു ഖുറേഷി അബ്രഹാം, അത് നമ്മളെ ലൂസിഫറിൽ ക്ലൈമാക്സിൽ എന്താണോ കാണിച്ചത് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 2002 ഒരു സംഭവം, ആ ഒരു സംഭവം, അതായത് പൃഥ്വിരാജിന്റെ ഒരു ബാക്ക് സ്റ്റോറി, അതാണ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത്. അതിനുശേഷം അങ്ങോട്ട് പിന്നെ കേരളത്തിലെ പൊളിറ്റിക്സ് കാണിക്കുന്നത്, പിന്നെ ലാലേട്ടന്റെ എൻട്രി, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇവരുടെ എന്താ പറയാ, ഈ സ്റ്റോറി സംഭവങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഫസ്റ്റ് ഹാഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചില ആൾക്കാർക്ക് കുറച്ച് സ്ലോനെസ് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു ഫ്രെയിം, അതായത് ക്യാമറ വർക്കുകളും മറ്റു കാര്യങ്ങളും, പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണ് ഒരു രക്ഷയില്ലാത്ത സാധനം. ഒരു മലയാള സിനിമയാണോ ഇത് എന്നുള്ളത് നമ്മൾ എന്താ പറയാ, നമ്മൾ അന്തം വിട്ട് നോക്കി നിന്നു. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ആ ഒരു ലെവലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഫ്രെയിം ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പിന്നെ എന്താ പറയാ, ഡ്രോൺ ഷോട്ടുകളും ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഈ CG വർക്കുകളൊക്കെ ഒരുപാട് ഒന്നും യൂസ് ചെയ്തില്ല എന്ന് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. CG വർക്കുകളൊന്നും യൂസ് ചെയ്തില്ല സത്യം പറയാൻ. ഈ ബ്ലാസ്റ്റ് സീനുകളൊക്കെ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഫീൽ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പൊളി പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ടോവിനോ തോമസ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ, എല്ലാവർക്കും ആ ഒരു കിട്ടിയ സ്പേസ്. ഒരു 3 മണിക്കൂർ ആ സിനിമ ഉള്ളത്. എല്ലാവരും വന്നു പോകുന്നുണ്ട്, കുറേ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. മെയിൻ വില്ലനായിട്ട് വന്ന ആൾക്കാരൊക്കെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശരിക്കും പറയാൻ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗംഭീര വയലൻസ് ആണ്. മാർക്കോ ആ ഒരു ഫീലുള്ള വയലൻസ് ഒന്നുമല്ല, പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് വല്ലാതെ നമുക്ക് ഫീൽ ആവുന്ന രീതിയിലുള്ള ഒരു വയലൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സിനിമയുടെ ഇന്റർവെല്ലിൽ വരെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് മീൻസ് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇന്റർവെല്ലിന് ശേഷമാണ് സിനിമയുടെ ഗിയർ അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇന്റർവെൽ വരെ നമുക്ക് ചിലപ്പോൾ സിനിമ കൊണ്ട് മുന്നോട്ട് നീങ്ങാത്തത് പോലെ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. എനിക്കിട്ടോ, എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇന്റർവെല്ലിന് ശേഷം സിനിമ പിന്നെ കഴിഞ്ഞറിഞ്ഞില്ല. ആ രീതിയിലാണ് ഇന്റർവെല്ലിന് ശേഷം നല്ല സ്പീഡിൽ സിനിമ പോയി എന്നുള്ളതാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ, മലയാളത്തിൽ വന്ന എക്കാലത്തെയും മികച്ച ഒരു വലിയ സിനിമ, കിടിലം പടം, കിടിലം പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ സൂപ്പർ സിനിമ എന്ന് തന്നെ പറയാം. ലാലേട്ടനൊക്കെ സ്ക്രീൻ പ്രസൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിന് ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഡയലോഗ്സും കുറച്ചുകൂടി ഉണ്ട്. സൂപ്പറായിരുന്നു. പൃഥ്വിരാജിന്റെ ചെറുപ്പം അഭിനയിച്ച മറ്റേ സലാറിലുണ്ടായിരുന്നത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ കിടിലം തന്നെയാണ്. നല്ലൊരു ഭാവിയുള്ള പിന്നെ പയ്യനാണ്. അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സിനിമ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ സിനിമ എന്താ പറയാ, ഈ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു രീതിയിലാണ് സിനിമയുടെ മേക്കിംഗ് എന്നുള്ളത്. പല കൺഫ്യൂഷൻസും ഉണ്ടാവും. പിന്നെ ക്ലൈമാക്സിൽ ഒരു കിടിലൻ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമ കഴിയാതെ ഇറങ്ങി പോരുതാരും, അത് പ്രത്യേകം പറയാം. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ ലൂസിഫർ മൂന്നാം ഭാഗത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. അതിന് അനുസരിച്ചുള്ള സംഭവം ക്ലൈമാക്സിലേക്ക് കൊടുത്തിട്ടുമുണ്ട്. നെഗറ്റീവായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്ലോനെസ് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, ആ വിഷ്വൽസ്, ക്യാമറ വർക്കുകൾ, ആ ഒരു എന്താ പറയാ ടെക്നിക്കൽ സൈഡ് കൊണ്ട് നമ്മളെ പിടിച്ചിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു സിനിമ എന്നുള്ളത്. 2 ഫൈറ്റേ ഉള്ളൂ. ആ 2 ഫൈറ്റും സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സ്പോയിലർ ഒന്നും ഇല്ലാതെ തന്നെ പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.